വിനീത വിജി കൂടിയുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിനീത, ഇത് കേന്ദ്രത്തിന് സമയം അനുവദിച്ചു എന്ന വിവരം വരുന്നുണ്ട്, പക്ഷേ ഇടക്കാല ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു, സ്റ്റേ ചെയ്തു എന്ന വിശദാംശം. അതെങ്ങനെയാണ് നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുക? വിശദാംശങ്ങൾ. തീർച്ചയായും അനുജ, ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 7 ദിവസത്തേക്ക് കൂടി ഒരു സാവകാശം, കൂടുതൽ സമയം കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അത്തരത്തിലേക്കൊരു നടപടിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കോടതി ഈ കേസ് തീരുമാനിക്കുന്നത് വരെ ഏതെങ്കിലും സംസ്ഥാനം ഏതെങ്കിലും നിയമനം നടത്തിയാൽ അത് അസാധുവായി കണക്കാക്കപ്പെടുമെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കോടതിയിൽ. ഒപ്പം തന്നെ ഈ നിയമത്തിൽ ചില പോസിറ്റീവ് കാര്യങ്ങളുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. ഒപ്പം ഈ രേഖകൾ സഹിതം പ്രാഥമിക മറുപടി നൽകാൻ ഒരാഴ്ചത്തേക്ക് സമയം വേണമെന്നുള്ളതാണ് സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ സമയം അനുവദിക്കണമെന്നുള്ള കാര്യവും കൂടി കേന്ദ്രം തേടിയിട്ടുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. അതുവരെ ആ കാലതാമസം വരെ കൂടുതൽ നടപടിക്രമങ്ങൾ, അതായത് ഏതെങ്കിലും സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അസാധുവായി കണക്കാക്കപ്പെടുമെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ കോടതിയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് തന്നെ ചില നിർദ്ദേശങ്ങൾ കോടതി, പ്രധാനമായും 3 നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇന്ന് കേന്ദ്രത്തിന്റെ ഭാഗമാണ് ആദ്യഘട്ടത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ചില ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പോസിറ്റീവ് കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ ചില ആശങ്കകൾ, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങളും ഒക്കെയാണ് കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നിർദ്ദേശം എന്ന് പറയുന്നത് ഈ വഖഫ് കൗൺസിലിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിം തന്നെ ആകണമെന്നുള്ള ഒരു നിർദ്ദേശം ഇന്നലെ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം കളക്ടർമാർക്ക് ഈ വഖഫ് ഭൂമികളിൽ അന്വേഷണം നടത്താൻ, പക്ഷെ അങ്ങനെ അന്വേഷണം നടത്തുമ്പോഴും ഈ വഖഫ് സ്വത്തുക്കൾ അതല്ലാതാകില്ല എന്നൊരു കാര്യം കൂടി സുപ്രീം കോടതി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഉപയോഗം വഴി വഖഫായവ അതല്ലാതാക്കിയാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരില്ലേ എന്നൊരു ആശങ്ക കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുകൊണ്ടുള്ള അഭിപ്രായം കോടതി ഇന്നലെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹർജികളിൽ ഇന്നലെ ആദ്യം വാദം തുടങ്ങിയത് അഭിഭാഷകനായ കപിൽ സിബലായിരുന്നു. മുസ്ലിം ലീഗിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്നലെ കോടതിയിൽ ഹാജരായത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള ചില ആശങ്കകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഒരുപക്ഷെ ഒരു ഇടക്കാല ഉത്തരവിലേക്ക് കോടതി പോകുമായിരുന്നു. പക്ഷെ കൂടുതൽ വാദം ഇക്കാര്യത്തിൽ കേൾക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെ ഏറ്റവും പ്രധാന വിവരമാണ് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത്. വഖഫ് നിയമ ഭേദഗതിയിൽ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു. വഖഫ് സ്വത്തിൽ തൽസ്ഥിതി തുടരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി മാർഗനിർദ്ദേശമായി നൽകിയിട്ടുള്ളത്.